കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത്? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത്? കരിക്കിൻ വെള്ളം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത്? തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത്? ചക്ക. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. സംസ്ഥാന മന്ത്രിയായ ശേഷം സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആര്? വി.ആർ. കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യ തപാൽ ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായത്? ആലപ്പുഴ. കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? വയനാട്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ നോവൽ ഏത്? ഇന്ദുലേഖ. കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആര്? എം.ടി. വാസുദേവൻ നായർ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ഡാം ഏത്? മുല്ലപ്പെരിയാർ. തിരു-കൊച്ചി സംയോജനം നടന്ന വർഷം ഏത്? 1949 ജൂലൈ 1. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴ. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. കുമാരനാശാൻ്റെ ജന്മദേശം എവിടെയാണ്? കായിക്കര. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ആലപ്പുഴ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? കെ.ആർ. ഗൗരിയമ്മ. സ്വന്തം പേരിൽ നാണയം ഇറക്കിയ ആദ്യ കേരളീയ രാജാവ് ആര്? രവിവർമ്മ കുലശേഖരൻ. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന
ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ്? വിഴിഞ്ഞം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ എവിടെയാണ് സ്ഥാപിച്ചത്? പുനലൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏത്? ചാലക്കുടി പുഴ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. ഗാന്ധിജി സന്ദർശിച്ചതിലൂടെ പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ വായനശാല ഏത്? സന്മാർഗദർശിനി വായനശാല. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഏത്? ഉടുമ്പന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏത്? പയ്യന്നൂർ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏത്? സുൽത്താൻ ബത്തേരി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഏത്? മൂന്നാർ. പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച തിരുവിതാംകൂർ ദിവാൻ ആര്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്ന്? 1809 ജനുവരി 11. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിരുന്ന സാമൂതിരി ആരായിരുന്നു? മാനവേദൻ. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി, തിരുവനന്തപുരം. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം ഏത്? അറക്കൽ രാജവംശം. പഴശ്ശിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? കോട്ടയം കേരളവർമ്മ. ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കാര്യവട്ടം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിൻ്റെ ശരാശരി വർഷപാതം എത്ര? 300 സെൻറ്റിമീറ്റർ ആണ് കേരളത്തിൻ്റെ ശരാശരി വർഷപാതം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണം? 1.18%. ഇടവപ്പാതിയുടെ മറ്റൊരു പേര്? കാലവർഷം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. വടക്കുകിഴക്ക് മൺസൂണിനെ കേരളത്തിൽ എന്ത് വിളിക്കുന്നു? തുലാവർഷം.
തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം എത്ര? 15 ദിവസം.